ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ നമ്മൾ ചുരിദാറിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ കുട്ടിക്ക് പറ്റിയൊരു പാറ്റേൺ ആണ്. ഒരു 13 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടിക്ക് പറ്റിയിട്ടുള്ള ചുരിദാറിൻ്റെ ഒരു പാറ്റേൺ ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തുണീനെ എന്ത് ചെയ്യണം, 4ആക്കി മടക്കിയിടണം. ചുരിദാർ വെട്ടുമ്പോഴും അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ ഒക്കെ വെട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കുന്ന തുണീനെ 4ആക്കി മടക്കിയിടാം. അപ്പം നമ്മൾ 4ആക്കി മടക്കി ഇട്ടതിൻ്റെ ഒരു വിരിവാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ തുണിക്ക് ഇപ്പോൾ മൊത്തം നമ്മൾ 32 സൈസ് ഇതെന്ന് വിചാരിക്കുക. വിരിവ് 32 വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ 4ആക്കി മടക്കിയിടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ഇഞ്ച്. കണ്ടോ, 8 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യും, ഒരു സൈഡായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ 4ആക്കി മടക്കിയിടുന്നതിൻ്റെ അളവാണ് നമ്മൾ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ അളവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം അങ്ങനത്തെ രീതിയിൽ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്ത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഈസി ആയിട്ട് പറഞ്ഞു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തുണീനെ 4ആക്കി മടക്കിയിടുക. അതിന് ശേഷം നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് നമ്മുടെ ഈ കഴുത്തും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ അതുപോലെ നെക്ക് ഇതൊക്കെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പം നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ തുണി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ആദ്യം അടയാളപ്പെടുത്തേണ്ടത് നമ്മുടെ കഴുത്താണ്. കഴുത്ത് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വെച്ച് വരയ്ക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്പ് പാറ്റേൺസ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ പാറ്റേൺസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വരയ്ക്കേണ്ടവർക്ക് അങ്ങനെ വരച്ച് വെട്ടാം. ഇല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള പാറ്റേൺസും ഉണ്ട് കേട്ടോ, വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3 അടയാളപ്പെടുത്താം. 3 ഇങ്ങനെ നമ്മൾ 3 ഇഞ്ച് എന്ത് ചെയ്യുക, അടയാളപ്പെടുത്താം. ഇനി ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ എടുക്കേണ്ടത് ഒരു, അപ്പോൾ കഴുത്തിൻ്റെ ഇറക്ക് നമ്മൾ എടുക്കുന്നത്, ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്ക് നമ്മൾ എടുക്കുന്നത് 4 കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, 4 ഇങ്ങോട്ട് അടയാളപ്പെടുത്താം. ഈ ഒരു പോയിന്റിൽ നിന്നും അടയാളപ്പെടുത്തിയിട്ട് ഇതിങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഈ വരച്ച് ചേർത്തതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് അതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പാറ്റേൺ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വരച്ചു കൊടുക്കാം. ബാക്ക് നെക്ക് നമ്മൾ എടുക്കുന്നത് 3.5. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, അതായത് ഫ്രണ്ട് നെക്ക് വെട്ടി മാറ്റിയിട്ട് നമ്മൾ ബാക്ക് നെക്ക് വെട്ടണം കേട്ടോ. അത് സെപ്പറേറ്റ് ഇട്ട് വെട്ടുന്നത് നിങ്ങൾക്ക് ചുരിദാറിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ സെപ്പറേറ്റ് വെട്ടാന്നുള്ളത് പറയാൻ. ക്ലിയറായിട്ട് കാണേണ്ടവർക്ക് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എങ്കിലും ഞാൻ പറഞ്ഞുതരാം ഇതിൽ. അപ്പോൾ നമ്മൾ 3.5 എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 3.5 എന്ത് ചെയ്യുക, ഇവിടേക്ക് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ഇവിടേക്ക് 3.5 എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിലേക്ക് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മളൊരു ചതുരൻ രൂപം വരയ്ക്കുക. അതിനുശേഷം ഈ റൗണ്ട് നെക്ക് അടയാളപ്പെടുത്താം. ഇത് ബാക്ക് സൈഡിൽ അടയാളപ്പെടുത്തേണ്ടതാണ്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിങ്ങൾ ഫ്രണ്ട് നെക്ക് മാത്രം അടയാളപ്പെടുത്താം. പിന്നെ ബാക്ക് നെക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇവിടേക്ക് നമ്മൾ എടുക്കുന്നത്, ഷോൾഡർ നമ്മൾ എടുക്കുന്നത് 2.5 2.5 കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് പിടിച്ചിട്ട് നമ്മൾ ടാപ്പ് പിടിച്ചിട്ട് ഒരു 2.5 അതായത് നമുക്ക് കറക്റ്റ് അളവ് 2.5 വേണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ 3 അടയാളപ്പെടുത്തുക ഈ ഒരു പോയിന്റിലേക്ക്. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് നമ്മൾ എടുക്കുന്നത് 5.5 കേട്ടോ. അപ്പോൾ 5.5 നമുക്ക് എന്ത് ചെയ്യാം, താഴത്തേക്ക് അടയാളപ്പെടുത്താം. 5.5 അടയാളപ്പെടുത്താം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കേണ്ടത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഇഞ്ച്. അതെങ്ങനെ അടയാളപ്പെടുത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ പിടിക്കുക. 8 ഇഞ്ച് എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടം വരെ നമ്മൾ അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് പിടിക്കുമ്പോൾ 8 ഇഞ്ച് നമുക്ക് ഇവിടം വരെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു വരയിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ ഇത് നമ്മളോട് 13 വയസ്സുള്ളൊരു കുട്ടിക്ക് പറ്റിയിട്ടുള്ളൊരു പാറ്റേൺ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതല്ല, ചുരിദാറിന് വെട്ടുന്നതിൽ പലർക്കും ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ 13 വയസ്സുള്ള കുട്ടിക്ക് എന്തോരാണ് വിടുത്ത് എന്നുള്ളത് നിങ്ങളൊന്ന് അളവെടുത്തിട്ട് നിങ്ങൾക്ക് എന്തോരം അടിയിലോട്ട് ലെങ്ത്ത് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് എടുക്കാം കേട്ടോ. അതിപ്പോൾ ഇന്നത് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്തോരാണ് ഇറക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. അതുപോലെ തന്നെ വിരിവ് എന്തോരം വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഇഞ്ചൊക്കെയാണ് ഒരു മിനിമം നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യുക, ഇട്ട് കൊടുത്തിട്ട് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വിരിവ് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. ഞാനൊരു ഏകദേശം ഒരു മീഡിയം സൈസ് കുട്ടിക്ക് വേണ്ട ഇതാണ് നമ്മൾ ചെയ്യുന്നത്. 13 വയസ്സുള്ളൊരു ഏകദേശം ഒരു മീഡിയമാണ് നമ്മൾ ഈ വരച്ച് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കൈക്കുഴി വരച്ചിട്ടുണ്ട് അല്ലേ. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ റൗണ്ട് ഷേപ്പിൽ
കൈക്കുഴി വരച്ച് ചേർക്കുക അതിൽ. അതായത് നമ്മളിതുപോലെ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ റൗണ്ട് ഷേപ്പ് വരയ്ക്കാം. അപ്പോൾ കൈക്കുഴി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ കഴുത്തും കൈക്കുഴിയും വരയ്ക്കുമ്പോൾ ഞാനൊരു പോയിന്റ് പറയാൻ മറന്നു. നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ ടാപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൽ കൂടെ വേണം നമ്മൾ ഈ ഒരു വൈഡായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട്. കഴുത്ത് വരയ്ക്കുമ്പോഴും അങ്ങനെ ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് പോയിന്റ് ഇട്ടിട്ട് നമ്മളതൊന്ന് വൈഡാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടേക്ക് 5.5 എടുത്തു, ഇവിടേക്ക് 8 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് എടുത്തിട്ടുള്ളത്. കണ്ടോ, എക്സ്ട്രാ ഈ 1.5 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നത് തയ്യൽ തുമ്പാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് തയ്യൽ തുമ്പാണ്. എക്സ്ട്രാ 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ, അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ഒരു 7 ഇഞ്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഹിപ്പിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ 8.5 ഇഞ്ചാണ് നമ്മൾ വിരിവിട്ട് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ നമ്മൾ 8 ഇഞ്ച് എടുത്ത 1 ഇഞ്ചൊക്കെ ഏകദേശം കുറവായിരിക്കും നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വരിക. പിന്നെ അതിന് ശേഷം ഹിപ്പിൽ വരുമ്പോൾ 8.5, അതിനേക്കാളും ഒരു 0.5 അല്ലെങ്കിൽ 8 ഒക്കെയാണ് നമുക്ക് ഈ ഒരു ലെവലിൽ വരാം, ഹിപ്പിൽ വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് 8, പിന്നെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് 7, പിന്നെ അത് കഴിഞ്ഞിട്ട് 8.5. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ച് നമുക്ക് താഴോട്ട് എടുക്കുക. അപ്പം ഞാനൊരു 37 നമുക്കൊരു മീഡിയം വേണ്ടത്. 37 കൂടെ നമ്മൾ 1.5 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മടക്കിയടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, താഴെ മടക്കിയടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ 8 ഇഞ്ച് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു 9.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഇവിടെ 7 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്, 8.5 ഇഞ്ച്. ഇവിടെ 8.5 എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു 10 ഇഞ്ചാണ് എടുക്കേണ്ടത്. കാരണം തയ്യൽ തുമ്പ് എക്സ്ട്രാ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇനി ബാക്ക് നെക്ക് വെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് വരച്ച് കഴിഞ്ഞു. ഇത് വരയ്ക്കേണ്ട ആവശ്യമില്ല, അവസ്ഥ തന്നെ. ഫ്രണ്ട് നെക്ക് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തും കട്ട് ചെയ്യുക, ഈ ഒരു ഭാഗത്തും കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ തുണീനെ എന്ത് ചെയ്യുക, അപ്പോൾ ജസ്റ്റ് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ താഴത്തോട്ട് ഇത്തിരി ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഇവിടെയും കട്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ കൈക്കുഴി വെട്ടുക, ഷേപ്പ് ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്ത് വെട്ടിയിട്ടില്ല കേട്ടോ, ഈ ഒരു മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ ഉൾവശത്തുള്ള തുണി നമ്മളെടുത്ത് മാറ്റാം. തുണി നമ്മളെടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്തിയത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി വെച്ച തുണി കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ടോടത്ത് നമ്മളൊരു വെട്ടിട്ട് വെച്ചിട്ടില്ലേ, ആ ഒരു പോയിന്റിൽ കറക്റ്റാക്കി നമ്മൾ ഈ തുണി ഇതുപോലെ തന്നെ ഇടാം. അതിന് ശേഷം വീണ്ടും നമ്മൾ അടയാളപ്പെടുത്തുക. എത്രയാണ്, ഇവിടെ നിന്ന് താഴോട്ട് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഒരു കഴുത്ത് വരച്ചിട്ട് വെട്ടാം. ബാക്കിയൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയത് ഓൾറെഡി വെട്ടിയിട്ടുണ്ട്. കഴുത്ത് മാത്രമേ നമുക്ക് അവിടെ വെട്ടാനുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം. ഹൈറ്റ് അല്ല ലെങ്ത്ത് കൂട്ടണം എന്ന് വെച്ചാൽ കൂട്ടാം, വിഡ്ത്ത് കൂട്ടണം എന്ന് വെച്ചാൽ അത് കൂട്ടാം. നെക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ വൈഡാക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം നമുക്ക്. അപ്പോൾ അവരെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. പിന്നെ സ്ലീവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അല്ലേ. സ്ലീവ് നമ്മളൊരു 8 എടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ ഒരു 8 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തുണീനെ 2 ആക്കി മടക്കി നമ്മൾ സ്ലീവ് ഇതുപോലെ വെട്ടണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു 3.5 ഇഞ്ച് നമ്മൾ ഇപ്പോൾ കറക്റ്റ് 8 എടുത്തു. 8ൽ പോയിൻ്റ് അടയാളപ്പെടുത്തി തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് ഒരു 7 ആയിരിക്കും തയ്യൽ തുമ്പ്. ഇപ്പോൾ 7ൽ നമ്മൾ എന്ത് ചെയ്യുക, 3.5 ഇഞ്ച് താഴത്തോട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ 7 എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു 3.5ൽ നമ്മളൊരു മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് താഴത്തേക്ക് എന്താ, അപ്പോൾ 1 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു വര വരച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴിച്ചൊന്ന് വരച്ച് കൊടുത്താൽ ആ ഷേപ്പ് കിട്ടും. പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് എടുക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇവിടെ സ്ലീവ് വെട്ടാനായിട്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇട്ട ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റിപ്ലൈ ആണിത്. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ, നമ്മുടെ ഈ ഒരു പാറ്റേൺ. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു 42 ഇഞ്ചിൻ്റെ പാറ്റേൺ ഒന്ന് വരച്ച് കാണിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായത് വരച്ച് കാണിച്ചു തന്നെയാണ്. നമ്മൾ തുണീനെ 4 ആക്കി മടക്കിയിടണം കേട്ടോ. നമ്മളെപ്പോഴും ചെയ്യുമ്പോഴും തുണീനെ 4 ആക്കി മടക്കിയിടാം.
അതിനുശേഷം ഇവിടം വരെ നമ്മൾ എടുക്കുന്ന ആകെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ചിലവർ നമുക്ക് അളവ് പറയുമ്പോൾ പറയും ഷോൾഡർ 6 ഇഞ്ച് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ അറ്റത്തുനിന്ന് മുതൽ ഇവിടം വരെയാണ് കേട്ടോ, അല്ലാണ്ട് ഷോൾഡറിൻ്റെ ഈ സൈഡിൽ മുതൽ ഇവിടം വരെ അല്ല 6 ഇഞ്ച്, ഇവിടെ മുതൽ ഇവിടം വരെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുത്തിനെടുക്കുന്നത് എത്രയാണ്? 3 ഇഞ്ചാണ് കഴുത്തിന്. അപ്പോൾ ബാക്കി 3 ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിന് എടുക്കുന്നത്. പ്ലസ് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനെടുക്കുന്നുണ്ട്. അപ്പോൾ 3 ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ നെക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് 6 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഇവിടേക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്തുക, ഇവിടെ നിന്ന് 6 ഇഞ്ച് അടയാളപ്പെടുത്തുക, അതിങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നെക്ക് ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് നെക്ക് എങ്ങനെ വെട്ടേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ കുറച്ച് അളവ് 1 ഇഞ്ച് കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 5 ഇഞ്ച് എന്ത് ചെയ്യുക, ഇവിടെ അടയാളപ്പെടുത്തുക, ഇവിടെ നിന്ന് 5 ഇഞ്ച് അടയാളപ്പെടുത്തുക, എന്നിട്ട് കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് നമ്മുടെ കൈക്കുഴിയാണ്. കൈക്കുഴി നമ്മൾ ഇവിടെ നിന്ന് ഒരു 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ താഴത്തോട്ട് 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കേണ്ട അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവ് ഇവിടെ നിന്ന് 11 നമുക്ക് വേണ്ടത്. ഒരു 42 ഇഞ്ചിൻ്റെ ഇതൊക്കെ വരാൻ ഒരു 11 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 11 ഇഞ്ച് എവിടെയാണോ നിൽക്കുന്നത് അവിടം വരെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ 11 ഇഞ്ച് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നമ്മളിപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് 11 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള പോയിന്റ് 11 നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ. ഈ ഒരു വര വന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 11 ഇഞ്ചിൻ്റെ നമ്മൾ വര ഇട്ടില്ലേ, അവിടം വരെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് കഴുത്ത് വരയ്ക്കുമ്പോഴായാലും നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ ടാപ്പ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. അതിൽ കൂടെ നമ്മളിങ്ങനെ വരച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് 9.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഹിപ്പിൽ നമ്മൾ എടുക്കുന്നത് 11.5 ഇഞ്ചാണ്. അപ്പോൾ അതും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ്. 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഷേപ്പ് വരയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പായിട്ട് താഴേക്ക് ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. 42 ഇഞ്ചിൻ്റെ ഒരു പാറ്റേൺ ആയിട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 9.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്, ഇവിടെ 11 ഇഞ്ച്, ഇവിടെ 11 ഇഞ്ച്. ലെങ്ത്ത് നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ വിരിവ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിടാം. അതിലും കുഴപ്പമില്ല. നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. കഴുത്ത് വൈഡാക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, ലെങ്ത്ത് കൂട്ടാം, വിഡ്ത്ത് കൂട്ടാം, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ 42 ഇഞ്ചിൻ്റെ ചോദിച്ച ആൾക്കുള്ള ഒരു റിപ്ലൈ ആണ് കേട്ടോ ഇത്. എങ്ങനെയാണ് പാറ്റേൺ വരയ്ക്കാമെന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വരുന്ന കമൻസിന് നമ്മൾ മാക്സിമം ചെയ്ത് പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇത്.